കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ വാരിയെല്ലിനും നട്ടെല്ലിനും പരിക്കുള്ളതായി വൈദ്യപരിശോധനകളിൽ തെളിഞ്ഞു. എന്നാൽ ഈ പരിക്കുകൾ ഗുരുതരമല്ല. അപകടകരമായ വസ്തുക്കളൊന്നും അഭിനന്ദന്റെ ശരീരത്തിലില്ലെന്നും സ്കാനിംഗിൽ തെളിഞ്ഞു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, കഴിഞ്ഞ ദിവസം അഭിനന്ദൻ വർദ്ധമാൻ പറഞ്ഞതാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മാനസികമായ പീഡനമുണ്ടായി, പക്ഷേ ശാരീരികമായ പീഡനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ശരീരത്തിൽ പരിക്കു പറ്റിയതെന്നാണ് വൈദ്യപരിശോധനാ റിപ്പോർട്ടുകൾ പറയുന്നത്? പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? അങ്ങനെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പടിയായുള്ള സ്കാനിങ്ങുകളും മറ്റും ിക്കുന്നത് അഭിനന്ദൻ വർദ്ധമാന്റെ. അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം ഇന്നലെ വിശദമായ വിവരം നൽകിയതിൽ പറഞ്ഞത് ശാരീരിക പീഡനം ഏറ്റിട്ടില്ല, മാനസിക പീഡനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശാരീരിക പീഡനം അവിടെ നിന്ന് ഏറ്റിട്ടില്ല എങ്കിലും ഈ പരിക്കുകൾ ഉണ്ടായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, MiG-21 വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ അങ്ങനെ താഴെ പാരച്യൂട്ടിൽ എത്തിയപ്പോൾ ഉള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ശരീരത്തിൽ പരിക്കുണ്ടായിരിക്കുന്നതും നട്ടെല്ലിന്റെ കീഴ്ഭാഗത്ത് പരിക്കേറ്റിരിക്കുന്നതായും കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഈ പ്രദേശവാസികൾ അവിടെ എത്തിയതിനു ശേഷം പാകിസ്ഥാനിലുള്ള അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ അഭിനന്ദനെ മർദ്ദനത്തിനിരയാക്കിയിരുന്നു. ആ മർദ്ദനത്തിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഈ രണ്ട് പരിക്കുകളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് പരിശോധനകളിൽ. എന്നാൽ ഈ പരിക്കുകൾ അതീവ ഗുരുതരമല്ല എന്നാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു കാര്യം. ഏതായാലും ഈ പരിക്കുകൾക്ക് പുറമെ തന്നെ ഫുൾ ബോഡി സ്കാനിങ്ങിന് വിധേയനാക്കിയിരുന്നു അഭിനന്ദനെ. അതിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ സൈന്യം ഏതെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകളോ മറ്റോ വിവരങ്ങൾ ചോർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. അത്തരത്തിലുള്ള അപകടകരമായ ഉപകരണങ്ങളൊന്നും ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടില്ല എന്നും ഈ പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈദ്യപരിശോധനയും ഈ പരിക്കുകൾ മാറാനുള്ള പരിശോധനയും നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് വിവരശേഖരണത്തിനായി. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ബലാക്കോട്ട് വ്യോമാക്രമണത്തെ ചൊല്ലി രാഷ്ട്രീയ യുദ്ധം. ബീഹാറിലെ പട്നയിൽ NDA റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. കോൺഗ്രസ് വ്യോമാക്രമണത്തിന് തെളിവ് ചോദിക്കുന്നത് ശത്രുവിനെ സഹായിക്കാനാണെന്ന് മോദി ആരോപിച്ചു. അതേസമയം വ്യോമാക്രമണത്തിന്റെ ഫലത്തെക്കുറിച്ച് മോദിക്ക് തന്നെ ഉറപ്പില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതിർത്തി സംഘർഷം അയഞ്ഞപ്പോൾ മുറുകുന്നത് രാഷ്ട്രീയ യുദ്ധം. ബാലക്കോട്ട് വ്യോമാക്രമണത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത മറുപടിയാണ് നൽകിയത്. കോൺഗ്രസ് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് മോദി പറഞ്ഞു. രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിനൊപ്പം നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. സഹയോഗി ദളോ സേ ജാനനാ ചാഹതാ ഹൂം കി ആഖിർ വോ ക്യോ हमारे वीर जवानों का मनोबल तोड़ने में लगे हैं। आखिर क्यों कांग्रेस के नेता, उसके सहयोगी दलों के नेता ऐसे बयान दे रहे हैं जिससे देश के विरोधियों को फायदा हो रहा है? മോദിയെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. സൈനികരുടെ ജീവൻ അപകടപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് നാണമില്ലേയെന്ന് രാഹുൽ ട്വിറ്ററിലൂടെ ചോദിച്ചു. ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ BJP സർക്കാർ ദേശീയ താൽപര്യത്തെ വിറ്റുവെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ആരോപിച്ചു. What happened in Abu Dhabi is extremely disturbing for India and every citizen of this country. Is this your diplomatic achievement that you got India labeled as a terrorist state? കശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം രാജ്യം ഭീതിയിലാണെന്നും പ്രധാനമന്ത്രി പരാജയം മറയ്ക്കാനുള്ള ശ്രമത്തിലാണെന്നും BSP നേതാവ് മായാവതി പറഞ്ഞു. खासकर प्रधानमंत्री श्री नरेंद्र मोदी जिस प्रकार से अपनी सरकार की कमियों व विफलताओं पर पर्दा डालने की पूरी कोशिश में लगे हुए हैं, तो ये सब देश की आम जनता से छिपा नहीं है. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് കൂടുതൽ സ്ഥിരീകരണവുമായി ജെയ്ഷെ മുഹമ്മദ് നേതാക്കളുടെ ശബ്ദരേഖ. ഹന്ദ്വാരയിൽ 3 ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 5 സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഡൽഹിയിൽ നിന്നും ലഹോറിലേക്കുള്ള സംധോദ എക്സ്പ്രസ് സർവീസ് ഇന്ന് പുനരാരംഭിക്കും. ബാലാക്കോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രത്തിൽ നടന്ന ഇന്ത്യൻ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സ്ഥിരീകരിക്കുന്ന വിശദമായ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. മസൂദ് അസറിന്റെ സഹോദരൻ മുഫ്തി അബ്ദുൾ റൌഫ് അസർ പങ്കെടുത്ത പെഷാവറിലെ ചടങ്ങിന്റെ ശബ്ദരേഖയിൽ ആക്രമണത്തെ അപലപിക്കുന്നു. എന്നാൽ എത്ര പേർ മരിച്ചുവെന്ന് പറയുന്നില്ല. ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദനെ വിട്ടയച്ചത് പാക് സർക്കാരിന് നാണക്കേടായി. പാക് സർക്കാർ കശ്മീരിലെ ജിഹാദിൽ പങ്കെടുക്കണമെന്നും ശബ്ദരേഖയിലുണ്ട്.
3 ദിവസമായി ഹന്ദ്വാരയിലെ ബാബാഗുണ്ടിൽ തുടരുന്ന ഏറ്റുമുട്ടലിലാണ് 2 ഭീകരരെ സൈന്യം വകവരുത്തിയത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു CRPF ജവാൻ കൂടി കൊല്ലപ്പെട്ടതോടെ മരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 5ആയി. രൂക്ഷമായ ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലും നടക്കുന്ന പൂഞ്ച്, രജോരി ജില്ലകളിൽ 1 മാസത്തിനകം 200 വീതം സൈനിക ബങ്കറുകൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതേസമയം ഡൽഹിയിൽ തുടരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയായാലുടൻ വിവരശേഖരണം തുടങ്ങും. കുടുംബാംഗങ്ങളും അഭിനന്ദനൊപ്പമുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഉഭയകക്ഷി യോഗത്തിലും തീരുമാനമായില്ല. കോൺഗ്രസ് കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച 2ാം വട്ടവും പരാജയപ്പെട്ടു. 2 സീറ്റ് വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു. ചൊവ്വാഴ്ച വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്താനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും 2 സീറ്റ് വേണമെന്നുമുള്ള നിലപാടിൽ PJ ജോസഫ് ഉറച്ചുനിന്നതോടെയാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച 2ാമതും പരാജയപ്പെട്ടത്. 40 മിനിറ്റ് മാത്രമാണ് ചർച്ച നീണ്ടത്. 2ാം സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാട് കോൺഗ്രസും ആവർത്തിച്ചതോടെ ചർച്ച പരാജയപ്പെട്ടു. അടുത്ത ചർച്ച ചൊവ്വാഴ്ച ആലുവയിൽ നടത്താൻ തീരുമാനം. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ 2ാം സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടി അയഞ്ഞിട്ടില്ലെന്ന് KM മാണി തുറന്നു പറഞ്ഞു. കേരള കോൺഗ്രസ് അയഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി ആവശ്യമാണ്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത യോഗത്തിലും അതിനു മുമ്പ് KM മാണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും PJ ജോസഫ് ആവർത്തിച്ചു. മുന്നണി ഒരു സീറ്റേ നൽകുന്നുള്ളൂവെങ്കിൽ ആ സീറ്റ് തനിക്ക് വേണമെന്നാണ് ജോസഫിന്റെ നിലപാട്. പാർട്ടി സീറ്റ് തന്നാ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മുടെ റിക്വസ്റ്റ് ചെയ്തു. മുൻധാരണയനുസരിച്ച് നാളെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം. എന്നാൽ മുന്നണിയിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായതോടെ സ്ഥാനാർത്ഥി നിർണയവും നീളും. ന്യൂസ് 18 കൊച്ചി. സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ ഒഴിവാക്കി പത്തനംതിട്ട DCCയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക. DCC അധ്യക്ഷൻ ബാബു ജോർജ്, DCC മുൻ അധ്യക്ഷന്മാരായ P മോഹൻരാജ്, K ശിവദാസൻ നായർ എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. യുവാക്കളെ പൂർണ്ണമായും തഴഞ്ഞ പട്ടികയ്ക്കെതിരെ AI ഗ്രൂപ്പുകളിലെ യുവ നേതാക്കളും KPCCയെ AICCയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPI എക്സിക്യൂട്ടീവിൽ അന്തിമ തീരുമാനമായില്ല. നാളെ രാവിലെ എക്സിക്യൂട്ടീവ് തുടരും. VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, വിവരങ്ങൾ. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPI എക്സിക്യൂട്ടീവിൽ അന്തിമ തീരുമാനമായില്ല. ഇന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനമാകും എന്നുള്ളതായിരുന്നു അറിയാൻ കഴിയുന്ന വിവരം. കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരാണ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും എക്സിക്യൂട്ടീവിൽ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നാളെ രാവിലെയും എക്സിക്യൂട്ടീവ് യോഗം തുടരാനാണ് സാധ്യതയെന്നും വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നു. VV അരുൺ ചേരും അല്പസമയത്തിനകം. അരുൺ, വിവരങ്ങൾ എന്താണ്? അമീന, CPI ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. നാളെ സംസ്ഥാന കൌൺസിൽ യോഗമാണ് ആദ്യം ചേരാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നാളെ രാവിലെ എക്സിക്യൂട്ടീവ് യോഗം ചേരും. ആ യോഗത്തിലാകും ഈ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയ്ക്ക് വരിക. ഇന്ന് മറ്റു സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ സാധ്യതാ പട്ടിക എല്ലാ ജില്ലാ കൌൺസിലുകളും നേതൃത്വത്തിന് കൈമാറിയിരുന്നു. പക്ഷേ ഇന്ന് ആ പട്ടിക സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പരിഗണിച്ചില്ല. നാളെ ചേരുന്ന യോഗത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നാളെ രാവിലെ എക്സിക്യൂട്ടീവും അതിനുശേഷം സംസ്ഥാന കൌൺസിലും ചേർന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. ശരിയാണ്. സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയ്ക്ക് ഇടതുമുന്നണി യോഗം 8-ന്. 15 സീറ്റിൽ CPM-ഉം 4-ഇടത്ത് CPI മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജനതാദളസിന് നൽകിയ സീറ്റിന്റെ കാര്യത്തിലാണ് അവ്യക്തത തുടരുന്നത്. ഇത്തവണയും JDS സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സീറ്റ് ആവശ്യവുമായി ലോക് താന്ത്രിക് ജനതാദളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനുമുള്ള ചർച്ചകൾക്കായി CPM നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടങ്ങി. ഏതൊക്കെ കേന്ദ്ര കമ്മിറ്റി PB അംഗങ്ങൾ മത്സരിക്കണമെന്നും തീരുമാനിക്കും. അതേസമയം ബീഹാറിലെ ബെഗുസരായിൽ CPI സ്ഥാനാർത്ഥിയായി കനയ്യകുമാർ മത്സരിക്കാൻ സാധ്യതയേറി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകാനാണ് 2 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം.
കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എംപിമാർക്ക് വിജയസാധ്യത മുൻനിർത്തി ഇളവ് നൽകണോ എന്നും നിശ്ചയിക്കും. PB അംഗം MA ബേബി മത്സരിക്കുമോ എന്നതിലും തീരുമാനമായിട്ടില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ ഭാഗമാകാനാണ് CPM നീക്കം. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാൻ കഴിഞ്ഞ PB യോഗത്തിൽ പ്രാഥമിക ധാരണയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടത്തിയ ചർച്ചകളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണ ഉണ്ടാക്കാനായില്ല. CPM കഴിഞ്ഞ തവണ വിജയിച്ച മുർഷിദാബാദ്, റായ്ഗഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം തുടരുകയാണ്. CPI, RSP എന്നിവരെ ഒപ്പം നിർത്താനായെങ്കിലും ഫോർവേഡ് ബ്ലോക്ക് കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്നു. വിട്ടുവീഴ്ചയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിനിടെ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകമാകും. അതേസമയം ബീഹാറിലെ മഹാസഖ്യത്തിൽ 4 സീറ്റ് നൽകണമെന്ന അവകാശവാദം ഉന്നയിച്ച് CPI രംഗത്തെത്തി. ബെംഗുസരായിയിൽ JNU സമരനേതാവ് കനയ്യകുമാറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുകയാണ് പാർട്ടി. ന്യൂസ് 18 ഡൽഹി. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് BJPയിൽ തർക്കമില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതെല്ലാം പരിഹരിച്ച് BJP മുന്നോട്ടു പോകുമെന്നും കൃഷ്ണദാസ് കൊച്ചിയിൽ പറഞ്ഞു. NDAക്കകത്ത് അവതരിപ്പിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവസാന തീരുമാനം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇത് ആ പാർട്ടിക്കാണെന്ന്. കൊല്ലം ചിതറ സ്വദേശി ബഷീറിന്റെ കൊലപാതകത്തിന്റെ പേരിൽ രാഷ്ട്രീയ തർക്കം. ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. എന്നാൽ കോടിയേരിയുടെ ആരോപണം ബഷീറിന്റെ ബന്ധുക്കൾ തള്ളിക്കളഞ്ഞു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പെരിയ കൊലപാതകത്തിന് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസുകാരാണ് ചിതറയിൽ ബഷീറിനെ കൊലപ്പെടുത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. CPMുകാർ കൊല്ലപ്പെടുമ്പോൾ മാത്രം വാക്കുതർക്കമായി വ്യാഖ്യാനിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ്കാർ നടത്തിയിട്ടുള്ള തിരിച്ചടി എന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കിയാണ് ചിതറയിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ഇത് നിർത്തുമോ? അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറല്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. CPMന്റെ സജീവ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടതെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് കാരണമെന്നും CPM പ്രാദേശിക നേതൃത്വവും ആരോപിച്ചു. പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു ഗൂണ്ട ആയിട്ടുള്ള ഷാജഹാനാണ് വീട്ടിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 8-9 കുത്തുകൾ കുത്തി അതിദാരുണമായി കൊലപ്പെടുത്തി. എന്നാൽ CPMന്റെ ആരോപണങ്ങൾ ബന്ധുക്കൾ നിഷേധിച്ചു. കൊലയാളിയായ ഷാജഹാൻ സ്ഥിരം ഗുണ്ടയാണെന്ന് ബഷീറിന്റെ സഹോദരൻ പറഞ്ഞു. അവൻ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ അവന്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ കൊലപാതകം കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിതറയിൽ CPM പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായി സംശയം. രോഗബാധിതനായ പാകിസ്ഥാനിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രോഗം മൂർച്ഛിച്ച മസൂദ് അസർ ആശുപത്രിയിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, കഴിഞ്ഞ ദിവസം SM ഖുറൈഷി പറഞ്ഞത് മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടായിരുന്നു, അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ്, രോഗബാധിതനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചതായി സംശയങ്ങൾ പുറത്തുവരുന്നുണ്ട്. സ്ഥിരീകരിക്കാനാകുന്ന റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ടോ? അമിന, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും സൂചനകളുമാണ് പുറത്തു വരുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസർ മരിച്ചിരിക്കുന്നു ആരോഗ്യ കാരണങ്ങളാൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരിച്ചിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ലിവർ ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഏറെ നാളായി മൗലാന മസൂദ് അസർ. ഇതേ അസുഖം കാരണമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുവരെയും പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CNN ന്യൂസ് 18 ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരമാണ് നമുക്ക് ഈ വാർത്ത നൽകാൻ കഴിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമായി തന്നെ ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്ത്യയിൽ നടത്തിയ നിരവധി ഭീകരാക്രമണങ്ങളിൽ മൗലാന മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദിനും വലിയ പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ട ഒരു സമയം കൂടിയാണ്. ഇന്നലെ പാക് വിദേശകാര്യമന്ത്രി SM ഖുറൈഷി BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് മൗലാന മസൂദ് അസർ ഗുരുതര രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുകയാണ്, വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലാണ് മൗലാന മസൂദ് അസർ കഴിയുന്നത് എന്നുള്ളതാണ്.
അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മൗലാന മസൂദ് അസർ മരിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇന്നലെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിവരം കൃത്യമായും ശരിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇനി ആവശ്യമുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെ തലപ്പത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും മൗലാന മസൂദ് അസറിന്റെ ഈ മരണം. അതിനുശേഷം ഇനിയിപ്പോൾ മൗലാന മസൂദ് അസറിന്റെ സഹോദരന്മാരോ മറ്റാരെങ്കിലും ആയിരിക്കും ഈ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിക്കണം, ആഗോള ഭീകരനായി മൗലാന മസൂദ് അസറിനെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പ്രമേയവും കൊണ്ടുവന്നതാണ്. എന്നാൽ ആ പ്രമേയത്തെ 3 തവണ കൊണ്ടുവന്നെങ്കിലും ചൈനയാണ് പരാജയപ്പെടുത്തിയിരുന്നത്. ചൈന ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായി നിലപാടെടുക്കുന്നതിനെ ഇന്ത്യ വളരെ ശക്തമായി വിമർശിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ വീണ്ടും പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നിരവധിയായ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ എന്ന പേരിൽ മസൂദ് അസർ കുപ്രസിദ്ധി ആർജിച്ച സമയമായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവനായ അദ്ദേഹത്തെ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യം ഇന്ത്യ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും, പ്രത്യേകിച്ചും ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ആഗോള സമൂഹത്തിന്റെ മുന്നിൽ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ വെച്ച ഒരു സമയം കൂടിയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് അല്പസമയത്തിനകം ചേരും. എന്തായാലും ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രോഗബാധിതനായി പാകിസ്ഥാനിൽ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്നലെ പാക് വിദേശകാര്യ സെക്രട്ടറി SM ഖുറേഷിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ്, വിട്ടുനൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ള തരത്തിൽ വിദേശകാര്യ സെക്രട്ടറി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും ഡൽഹിയിൽ നിന്നും M ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ഈ വാർത്ത സ്ഥിരീകരിക്കാൻ എപ്പോൾ കഴിയും? പാക് മാധ്യമങ്ങളോ മറ്റോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരുന്നുണ്ടോ? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ സൈന്യത്തിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മൗലാന മസൂദ് അസർ പാക് സൈന്യത്തിലെ ചാരസംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഒക്കെ ആരോപണങ്ങൾ വരുന്നതാണ്. ആ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ നിന്നും CNN ന്യൂസ് 18ലെ മുതിർന്ന റിപ്പോർട്ടർ മനോജ് ഗുപ്തയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതായത് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത് മൗലാന മസൂദ് അസർ മരിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ കൂടിയും അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നു എന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ സ്ഥിരീകരണത്തിന് ശേഷമായിരിക്കും ഇത് ഒരു സ്ഥിരീകരിച്ച വിവരമായി പറയാൻ കഴിയുകയെങ്കിൽ കൂടിയും ഈ വിവരത്തിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യ മൗലാന മസൂദ് അസറിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. മുംബൈ ഭീകരാക്രമണം, പത്താൻകോട്ട് ആക്രമണം തുടങ്ങി നിരവധി ആക്രമണ കേസുകളിൽ ഇന്ത്യക്ക് ഭീകരാക്രമണം നടത്തിയതിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന ഒരു ഭീകരൻ കൂടിയാണ് മൗലാന മസൂദ് അസർ. നിരവധി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു, ഇന്ത്യക്കെതിരെ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിയുന്ന ഒരാളുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമം നടത്തുക തന്നെയാണ്. ഏതായാലും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ തന്നെ മസൂദ് അസറിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്ന വിവരമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഭിമുഖം നൽകിയപ്പോൾ അത് തന്നെ വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ശരി ഉണ്ണി, ഉണ്ണിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയായിരുന്നു ഇന്ത്യ. അന്താരാഷ്ട്ര സമൂഹത്തിലടക്കം ഇക്കാര്യം ഉയർത്തിക്കാട്ടാൻ ഇന്ത്യക്കായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇനി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ സ്ഥാനത്തേക്ക് ആരെത്തും, അല്ലെങ്കിൽ ഇനിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ഒട്ടനവധി ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിലും കശ്മീരിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നടത്തിയതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഭീകരവാദി സംഘടനയാണത്.
അതുകൊണ്ട് തന്നെ മസൂദ് അസർ എല്ലാ കാലത്തും ഇന്ത്യക്ക് നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു ഭീകരവാദി നേതാവാണ്. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി സ്ഥിരീകരിക്കാൻ കഴിയുന്നത് മസൂദ് അസർ കടുത്ത രോഗബാധിതനായിരുന്നു എന്ന കാര്യം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവസവും ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. നട്ടെല്ലിനും വൃക്കകളും ഏറെക്കുറെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു മസൂദ് അസറിൻ്റേതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ മസൂദ് അസർ മരിച്ചതായാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം പാക് മാധ്യമങ്ങളോ പാകിസ്ഥാൻ സർക്കാരോ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അതീവ ഗുരുതര ആരോഗ്യനിലയിലുള്ള ഈ ഭീകരവാദി നേതാവിൻ്റെ മരണത്തെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഈ നിമിഷവും വന്നിട്ടില്ല. എന്നാൽ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 അടക്കമുള്ള ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇന്ത്യയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ നിർണായകമാണത്. കാരണം മുമ്പ് പറഞ്ഞതുപോലെ 2 പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദി സംഘത്തിൻ്റെ തലവനാണ് മരിച്ചിരിക്കുന്നത്, രോഗബാധിതനായി മരിച്ചിരിക്കുന്നത്. ഈ ജെയ്ഷെ മുഹമ്മദിന് ഇപ്പോഴും പാകിസ്ഥാനുള്ളിൽ നിർണായകമായ സ്വാധീനമുണ്ട്. നിരവധി മദ്രസകളുണ്ട്, നിരവധി മതപാഠശാലകൾ അവരുടേതെന്ന നിലയിൽ പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി സ്കൂളുകളും കോളേജുകളും സന്നദ്ധ സേവനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും പാകിസ്ഥാനുള്ളിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ജെയ്ഷെ മുഹമ്മദിനും അതിൻ്റെ തലവൻ മസൂദ് അസറിനുമെതിരായ നീക്കങ്ങൾ ഇന്ത്യ വളരെ ശക്തമായി UN അടക്കം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മസൂദ് അസർ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അബ്ദുൾ റഷീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളാണ്. അതിൻ്റെയൊക്കെ സൂത്രധാരനായിരുന്നു. ഇന്ത്യ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങളിൽ എത്രത്തോളം നിർണായകമാണ്? ഇനിയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും? പാകിസ്ഥാന്റെ ഒരു സ്ഥിരീകരണം അത് എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാനാവും? അത്തരത്തിലൊരു സ്ഥിരീകരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും ഈ മസൂദ് അസർ പാകിസ്ഥാനിൽ ചികിത്സയിലിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ മരണവാർത്ത, ഈ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്ന ഈ മരണവാർത്ത ശരിയാണെങ്കിൽ അധികം വൈകാതെ തന്നെ തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പാക് മാധ്യമങ്ങളിലടക്കം അത് വരുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ഒരു പക്ഷേ മസൂദ് അസർ മരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്വാധീനം കുറഞ്ഞു എന്നൊരു വിലയിരുത്തലിലേക്ക് നാം പോകുന്നത് തീർച്ചയായും അത്ര ശരിയായിരിക്കില്ല. അത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ വിപുലമായ നെറ്റ്വർക്കും സ്വാധീനവും സംഘടനകളും പ്രവർത്തകരുമുള്ള ഒരു സംവിധാനമാണ് ജെയ്ഷെ മുഹമ്മദ്. നിരവധി പരിശീലന കേന്ദ്രങ്ങൾ അതിൻ്റെതായി പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനുള്ളിലും അബ്ദുൾ റഷീദിലേക്ക് ഞാൻ മടങ്ങിയെത്താം. തുടരുക. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനും നയതന്ത്ര വിദഗ്ധനുമായ TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ, ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ആശുപത്രിവാസം തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളായി പുറത്തുവരുന്ന വാർത്ത. ഇത്തരത്തിലൊരു മരണം ഇന്ത്യ പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും? ഭീകരതയ്ക്ക് ഇനിയൊരു ഇളവ് വരും? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? താങ്കൾ എന്താണ് കരുതുന്നത്? ഇപ്പോൾ കേട്ടതേയുള്ള ഈ വാർത്ത ശരിയാണോ എന്ന് തന്നെ നമുക്ക് ഇല്ല. ഒരു മനുഷ്യനും മരിക്കുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നമാണ്. പക്ഷെ ഇതൊരു വലിയ മാറ്റം വരുത്തും അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചുവെച്ച്. ഒന്നാമത് ചൈനയ്ക്ക് വോട്ട് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ചൈന ഇദ്ദേഹത്തിന് എതിരായിട്ട് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഒരു വലിയ പ്രശ്നമായി നിന്നിരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ചൈനയായിരിക്കും. കാരണം അവർക്ക് അവരുടെ പൊസിഷൻ മാറ്റാനുള്ള അതുകൊണ്ട് അതൊരു കാര്യം. രണ്ടാമത്തേത് ഈ ഇദ്ദേഹത്തിന്റെ മരണം എങ്ങനെ ജെയ്ഷെ മുഹമ്മദിന്റെ ആക്ടിവിറ്റിനെ ബാധിക്കുന്നത്, അത് ബാധിക്കാതെ തരണില്ല. കാരണം അദ്ദേഹത്തിന്റെ അത്രയും ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ പലപ്പോഴും ഒരാൾ പോകുമ്പോൾ മറ്റൊരു നേതാവ് വരും. പക്ഷെ അദ്ദേഹം ഇതിലും ശക്തനായിരിക്കാം, ഇതിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിരിക്കാം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ അവരുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ, കുറെ വർഷങ്ങളുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ നന്നായിട്ടൊരു ഓർഗനൈസേഷനാണല്ലോ. അതിന് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ശക്തമായ പിന്തുണയുണ്ട്. അപ്പൊ അതിനുള്ളപ്പോ ഇതാണ് ടെററിസമാണ്, ഭീകരവാദമാണ് പാകിസ്ഥാന്റെ നയം ഭാവിയിലെന്ന് നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു അഷറിനെ സൃഷ്ടിക്കാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല, റിസോഴ്സസ് ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇതിന് വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ
ഇതിനൊരു മാസ്റ്റർ മൈൻഡ് വിട്ടു എന്നുള്ളത് ഒരു ആശ്വാസമായി എന്ന് കണക്കാണ്. ശരി, വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനിലേക്ക്. ഉണ്ണി, എന്തെങ്കിലും പുതുതായുള്ള റിപ്പോർട്ടുകളോ വാർത്തകളോ പുറത്തു വരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം പുറത്തു വരുന്നുണ്ടോ? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ടോ? അമിന, ഇതുവരെയും ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ, ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് മൗലാന മസൂദ് അസർ മരിച്ചിട്ടുണ്ടാകാമെന്ന കാര്യം തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉടനടി ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിലാണ് മസൂദ് അസർ ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നത്. ലിവർ ക്യാൻസറിന് ചികിത്സ തേടുകയായിരുന്നു എന്നാണ് അറിയുന്ന വിവരം. പാകിസ്ഥാന്റെ സൈനിക ആശുപത്രിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പാക് സൈന്യത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉടനടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിച്ചിരുന്ന ആവശ്യം മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു. ഇതിനുള്ള പുതിയ പ്രമേയം ബ്രിട്ടനും റഷ്യയും അമേരിക്കയുടെയും പിന്തുണയോടെ വീണ്ടും ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ 10 ദിവസത്തിനകം ആ ഒരു പ്രമേയം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനിരിക്കുകയായിരുന്നു. ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നത് മൗലാന മസൂദ് അസറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചിരുന്നു. എങ്കിൽ കൂടിയും പുൽവാമ ഭീകരാക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത് മസൂദ് അസറിന്റെ സഹോദരന്മാരായ റൌഫും ഇബ്രാഹിമും ചേർന്നാണ്. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരെയും നടപടി വേണം. ഇവരെ ആഗോള ഭീകരന്മാരായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി ഇന്ത്യ ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ. വാർത്ത ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിടുന്നത്. ഉണ്ണികൃഷ്ണനും അബ്ദുൾ റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.